കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. സ്വാതി വന്നടാ. എടാ, ദൈവത്തെ ഓർത്ത് അവളോട് സംസാരിക്കാൻ പോകരുത്. നിങ്ങൾ സംസാരിച്ചാ നല്ലൊരു ഫംഗ്ഷൻ അലങ്കോലാവും. കാവേരി അപ്പച്ചിക്ക് നീയായിട്ടൊരു സങ്കടം ഉണ്ടാക്കരുത്. രാജു, അമ്മ ഇവിടെ? അവള് കിച്ചണിലോ മറ്റോ കാണും. പിന്നെ ഒരു അപേക്ഷയുണ്ട്, ഇവിടെ വെച്ച് സഞ്ജുവായിട്ട് അടിയുണ്ടാക്കരുത്. മുത്തശ്ശൻ ഇന്നലെ മുതൽ സുഖമില്ലാതിരിക്കുക. ദിനേശ, ഒന്ന് വന്നേ. മോള് വന്നല്ലോ. ഇല്ലമ്മ ഹാപ്പിയായി. അന്യരെ പോലെ നിൽക്കാതെ അങ്ങോട്ട് ചെല്ല് ചെല്ല്. പുറത്തേക്ക് വാ. എന്നോട് മിണ്ടാൻ ഇവിടെ ആരും തയ്യാറല്ല. ചേച്ചി അങ്ങനൊന്നും പറയല്ലേ, ഇത് ചേച്ചിയുടെ തറവാടാ. ഇപ്പൊ അവരെല്ലാരും ഒന്നായി. ഞാനത് ചേച്ചിയോട് പറഞ്ഞതല്ലേ. ചേച്ചി ഇങ്ങോട്ട് ചെല്ല്. ഇത് അടുപ്പി നിറക്കാതെ ഞാൻ എങ്ങനെ വരാനാ? ഇതേ പാലട പ്രഥമനാ. പുകഞ്ഞു പോയ എല്ലാരും കൂടി എന്നെ അങ്ങ് കൊല്ലും. എടാ, അവള് മുകളിലേക്ക് പോകുന്നുണ്ട്. അതിന് നിനക്കെന്താടാ? ഇവന് പിന്നാലെ പോയാൽ കൊള്ളാവുന്നുണ്ട് സച്ചി. എന്റെ പൊന്നു സഞ്ജു, പിന്നാലെ നീ പോയിട്ട് ഈ ചടങ്ങ് കുളവാക്കല്ലേ. മുഖാമുഖം കണ്ട നിങ്ങളുടെ സ്വഭാവം അങ്ങ് മാറും.
സോറി അല്ലേ നിനക്ക് വേണ്ടത്? പറഞ്ഞേക്കാം. ഇവളിവിടെ വന്ന നിലയ്ക്ക് ഞാൻ തന്നെ സോറി പറയാം. സോറി. വേണ്ട. എന്തായി സച്ചി? ഓപ്പറേഷൻ സക്സസ് എന്നാ കേക്ക് മുറിക്കാം. അതിന് അവരും കൂടി വരണ്ടേ? അവർക്ക് വേണ്ടിയല്ലേ നമ്മൾ ഈ ചെയ്തതൊക്കെ. എല്ലാവരും ഒന്ന് കൈയടിച്ച് അത് കേട്ട് അവര് വന്നോളൂ. താഴെ ചടങ്ങ് തുടങ്ങി. ചെറുതായിട്ട്. വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് അല്ലല്ലോ ഇത്. പേരൊന്നും കണ്ടില്ലല്ലോ. അതിനിന്ന് ആരുടെയും വെഡിങ് ആനിവേഴ്സറി അല്ലല്ലോ മോനെ. എടാ, ഇത് റീയൂണിയന്റെ ആഘോഷമാണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞ് തമ്മിത്തല്ലി പിരിഞ്ഞ രണ്ടുപേരെ വീട്ടുകാരുടെ സഹായത്തോടെ ഒന്നിപ്പിക്കാൻ ഞങ്ങൾ നടത്തിയ നാടകത്തിന്റെ ആഘോഷമാണ്. എന്നാ ഇനി രണ്ടുപേരും ചേർത്ത് കേക്ക് മുറിച്ചാട്ടെ. ആ രണ്ടുപേരും ചേർന്ന് പിടിച്ചോ. സാരില്ല, കഴിച്ചു. എന്താ അച്ഛാ? ഗുരുവായൂർ കല്യാണത്തിന് പോകുന്ന കാര്യം നിന്നെ ഓർമ്മപ്പെടുത്താനാ വിളിപ്പിച്ചത്. സുദേവൻ ബന്ധത്തിൽ തന്നെയുള്ള കുറച്ചുപേരെ മാത്രമേ ക്ഷണിച്ചോളൂ. അത് നമ്മൾ പോവാന്ന് തീരുമാനിച്ചതല്ലേ. ഗുരുവായൂരിലേക്കല്ലേ അച്ഛാ പോകുന്നത്? നമുക്കേ അമ്മുനെ കൂടെ കൊണ്ടുപോവാ. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നമ്മൾ സാധിച്ചു കൊടുക്കുന്നത്. അതിന് എന്ത് തടസ്സമാ മോളെ ഉള്ളത്? എനിക്ക് തടസ്സമാ.
കുളിച്ചു തൊടാനൊന്നും അല്ല പോകുന്നത്. പ്രഭയുടെ ഇളയച്ചന്റെ മകളുടെ കുട്ടിയുടെ കല്യാണത്തിന്. പ്രഭ തന്നെ പറഞ്ഞു ആളെന്നെ ക്ഷണിച്ചിരിക്കുന്നേന്ന്. എന്നിട്ടാ ബന്ധോ സ്വന്തം വെളിപ്പെടുത്താൻ കഴിയാത്ത ഒരു അന്യ പെണ്ണിനെ കൊണ്ട് പോകുന്നത്. അവൾ ആരാണെന്ന് ചോദിച്ചാ പ്രഭ എന്ത് മറുപടിയാ പറയുന്നത്? ഗുരുവായൂർ നടക്കുന്ന കല്യാണങ്ങൾ ആരെല്ലാം കാണുന്നു? അത് തൊഴാൻ വന്നവര്. നമ്മൾ പോകുന്നത് സുദേവൻ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂം ബുക്ക് ചെയ്യാച്ചാ. അതാവുമ്പോ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. ഏതോ ഒരു പെണ്ണിന് വേണ്ടി സുദേവനെയും കുടുംബത്തെയും നമ്മൾ നാണം കെടുത്തണം. പ്രഭയ പെണ്ണിനെയും കൊണ്ടാ പോകുന്നതെങ്കിൽ എന്നെ അങ്ങ് ഒഴിവാക്കിക്കോണം. അമ്മയ്ക്ക് എന്താ അമ്മുവിനോട് ഇത്രയും വെറുപ്പ്? മംഗലശ്ശേരിയിലുള്ളവരൊക്കെ എത്ര സ്നേഹത്തോടെ അവളെ കാണുന്നത്. എന്റെ മകളുടെയും എന്റെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മോശം കാര്യങ്ങളോടും അത്തരം ആൾക്കാരോടും കാഞ്ചനിക്ക് ഒരേ മുഖമാ. അത്തരക്കാരെ അകലെ നിർത്തി തന്നെയാ ഇവിടം വരെ ഞാൻ എത്തിയത്. ഇനി അതിൽ നിന്നൊരു മാറ്റം ആരും കാഞ്ചനയിൽ നിന്നും പ്രതീക്ഷിക്കണ്ട. ഞാൻ ഈ പ്രായത്തിലെത്തി നിൽക്കുന്നത് ജീവിതം പരുവപ്പെടുത്തിയെടുത്ത അനുഭവങ്ങളുമായിട്ടാ. ഇപ്പോഴും ഞാൻ നിന്നോട് പറയുക, നീ വേദനിക്കാൻ പോകുന്നത് ആ പെണ്ണ് കാരണമായിരിക്കും. പ്രഭയ്ക്ക് തീരുമാനിക്കാം, ഞാൻ വരണോ അതോ ആ പെണ്ണ് വരണോന്ന്. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? അമ്മുവിന് ഞാൻ കൊടുക്കുന്ന സ്നേഹത്തിൽ അച്ഛന് ഉത്കണ്ഠയുണ്ടോ? അമ്മു ആരെയും ദ്രോഹിക്കില്ല മോളെ. പക്ഷേ അവളോടുള്ള നിന്റെ മനോഭാവത്തിൽ മാറ്റം വരണമെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. അവളെ ഒഴിവാക്കണമെന്നോ അകറ്റി നിർത്തണമെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവൾക്കൊരു ജീവിതം വേണമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണോ അച്ഛൻ പറയുന്നത്? ആഗ്രഹിച്ച പോരാ, അതുണ്ടാക്കി കൊടുക്കണം. മറ്റുള്ളവർക്ക് ആക്രമിക്കാൻ അവളെ ഇട്ട് കൊടുക്കരുത്. നിന്റെ കല്യാണം ഉടനെ നടക്കും. പുതിയൊരു ജീവിതത്തിലേക്ക് നീ പോവുകയാണ്. അമ്മുവിന്റെ കല്യാണം കഴിഞ്ഞതാണ്. എത്ര കാലം അവളെ ഇങ്ങനെ കൊണ്ടുപോകാൻ നിനക്ക് കഴിയും? ഓരോ വീട്ടിലെ ജോലിക്കാരിയായി അവളിങ്ങനെ കഴിഞ്ഞാൽ മതിയോ? നീ അവളെ ഇവിടെ നിർത്തിയാലും മംഗലശ്ശേരി നിർത്തിയാലും നീ ഒഴികെയുള്ളവരുടെ മനസ്സിൽ അമ്മ ഒരു വീട്ടുപണിക്കാരി പെണ്ണ് തന്നെയാണ്. ആ ഒരു വില അവൾക്കുള്ളൂ. അവളുടെ വിവാഹ ജീവിതത്തെപ്പറ്റി അവൾ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കരുതി അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല മോളെ. അവളുടെ ഭർത്താവിനെ കണ്ടുപിടിക്കണം. അയാൾക്ക് അവളെ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ബന്ധം നിയമപരമായി വേർപെടുത്തണം. അതോടൊപ്പം ചെയ്യേണ്ടത് ജീവിക്കാൻ മാന്യമായ ഒരു തൊഴിൽ അവൾക്ക് കണ്ടെത്തി കൊടുക്കുകയാണ്. അമ്മു ആഗ്രഹിക്കുന്നതും ഒരു ജോലിയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അമ്മു വല്ലോ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ താമസിക്കട്ടെ, അതിലൊരു തെറ്റുമില്ല. അടുത്ത് ചെയ്യേണ്ടത് അമ്മുനെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു പയ്യനെ കണ്ടെത്തി അവളുടെ വിവാഹം നടത്തി കൊടുക്കുകയാണ്. ഒരു ചേച്ചി എന്ന നിലയിൽ നിന്റെ ഉത്തരവാദിത്വം അവിടെയാണ് കാണിക്കേണ്ടത്. അച്ഛൻ പറയുന്നത് മനസ്സിലാക്കാൻ നിനക്ക് കഴിയുന്നുണ്ടല്ലോ? എനിക്ക് മനസ്സിലാവുന്നുണ്ടച്ഛാ. അമ്മുവിനെ കുറിച്ചൊക്കെ ഞാനും മനസ്സിലാക്കിയിട്ടുണ്ട്. പോകാൻ ഒരു സ്ഥലമില്ലാത്തതുകൊണ്ടാ അവള് നിന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. അവള് നിനക്കൊരു ഭാരമാകരുതെന്നും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ എല്ലാം നീയാണ്. നിന്റെ അമ്മ വാശിക്കാരിയാണെന്ന് നിനക്കറിയാം. ശ്രീദേവിയുമായി പ്രശ്നങ്ങളുണ്ടായപ്പോൾ നിന്നെയും സഞ്ജുവിനെയും ഒന്നിപ്പിക്കാൻ കാഞ്ചന ഭൂമിയോടും താഴ്ന്നില്ലേ? അത്രയ്ക്ക് നിന്നെ സ്നേഹിക്കുമ്പോഴും നിന്നെ ഞങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് അയക്കാൻ മനസ്സ് കാണിക്കുന്നത് നിനക്കൊരു നല്ല ജീവിതമുണ്ടായി കാണാനല്ലേ മോളെ? അമ്മുവിന്റെ കാര്യത്തിലും നീയും അതാണ് ചെയ്യേണ്ടത്. ആരുടെ മുന്നിലും തല കുനിക്കാതെ അവളും ജീവിക്കട്ടെ. ശരിയാ അച്ഛാ. കൂടെ കൊണ്ട് നടക്കുകയല്ല, അവക്ക് ഒരു ജീവിതം നേടിക്കൊടുക്കാണ് വേണ്ടത്. അതെ, അന്ന് തീരും കാഞ്ചനയ്ക്ക് അമ്മുവിനോടുള്ള ഇഷ്ടക്കേട്. ഇനി ഞാൻ ചിന്തിക്കുന്നത് അച്ഛൻ പറഞ്ഞു തന്ന വഴിക്ക് തന്നെയാ. ലവ് യു അച്ഛാ. സച്ചി, എന്താടാ?
അമ്മുവിന്റെ കാര്യത്തില് നീ ഇത്ര സീരിയസ് ആണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പിന്നെ നീ എന്താ കരുതിയത്? എനിക്ക് അവളോട് തോന്നിയ ഇഷ്ടം വെറും ടൈം പാസ് മാത്രമാണെന്നോ? എല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് പൊട്ടം കളിക്കരുത്. എടാ, എനിക്ക് അവളെ വിവാഹം ചെയ്തേ പറ്റൂ. ഈ തീരുമാനത്തിൽ നിന്ന് ഞാൻ ഇനി പിന്നോട്ടില്ല. ഏയ് സച്ചി, എടാ ആരോരുമില്ലാത്തൊരു പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെയാ. നിനക്കറിയാലോ, എന്റെ അമ്മയെ ഒരു അനാഥയായിരുന്നു. എടാ, ഈ കാര്യത്തിൽ എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ കഴിയുന്നില്ലടാ. നിനക്ക് നേരിടാൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിനക്കവൾ ഒരു ആവറേജ് പെണ്ണ്, മാരീഡാണ് എന്നൊക്കെയല്ലേ നീ പറഞ്ഞു വരുന്നേ? അതൊരു വിഷയമല്ലടാ. കല്യാണം എന്ന് പറയുന്നത് കഴുത്തിൽ ഒരു താലി കെട്ടുന്നതിൽ തീരുന്നതാണോ? ഒരാൾ ഒരു പെണ്ണിന്റെ കഴുത്തിൽ താലി മാത്രം കെട്ടിയാൽ അവൾ എങ്ങനെയാണ് ഒരു ഭാര്യയാവുന്നത്? വീട്ടുകാരൊക്കെ ചേർന്ന് ലച്ചുവെച്ച് ചതിച്ചതാ. അയാള് ലച്ചുവെച്ച് കല്യാണം കഴിച്ചാൽ ലച്ചുവെച്ച് മരിച്ചു കളയും. അത്രയ്ക്ക് ദുഷ്ടനാ നരേന്ദ്രൻ തമ്പി. ഇവനോട് ചോദിക്കു തിരുമേനി, എന്റെ കുട്ടിയെ സ്വീകരിക്കാൻ മനസ്സുണ്ടോ എന്ന്. അത്ര ഒരു ബന്ധമേ അയാൾ അവളും തമ്മിൽ ഉണ്ടായിട്ടുള്ളൂ. ആ അതെ, ഒരു ദിവസം പോലും ആ മനുഷ്യന്റെ കൂടെ അവൾ ജീവിച്ചിട്ടില്ല. താലികെട്ട് മാത്രമേ അമ്മുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. ഇനി തനിക്കൊരു വിവാഹ ജീവിതം ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാം. അതുകൊണ്ടാണ് ഒരു പ്രതിരോധം പോലെ അവൾ ആ താലിമാല അഴിക്കാതെ കൊണ്ടു നടക്കുന്നത്. എടാ, നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? ഒരിക്കൽ അവൾ എന്നോട് പറഞ്ഞതാ. നീ വിശദമായിട്ട് പറ. ആരോടും പറയില്ലെന്ന് അമ്മുവിന് വാക്കു കൊടുത്തതാ. എടാ, ഞാൻ കൂടി ഒന്ന് അറിയട്ടെ. എടാ, കൂടുതൽ കാര്യങ്ങളൊന്നും അവള് വെളിപ്പെടുത്തിയിട്ടില്ല. അമ്മോ അനാഥയാണെന്ന് അറിഞ്ഞ് സഹതാപം തോന്നിയ അയാള് രഹസ്യമായി താലി കെട്ടിയത്. വീട്ടിൽ കൊണ്ടു ചെന്നപ്പോ അവളെ വീട്ടിൽ കയറ്റില്ലെന്ന് അവര് വാശി പിടിച്ചു. അയാൾക്ക് വീട്ടുകാരെ ധിക്കരിക്കാനും കഴിഞ്ഞില്ല. അമ്മ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. അവള് ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ആ മനുഷ്യൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ വീട്ടുകാർ അയാളെ കൊണ്ട് മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചിട്ടുണ്ടാവും. സ്വാതിയുടെ കൂടെ അമ്മ ഉണ്ടായിരുന്നപ്പോഴോ മംഗലശ്ശേരിയിൽ അവൾ വന്നിട്ടോ? അവളെ അന്വേഷിച്ച് അയാൾ വന്നോ? ഒരു പെണ്ണിന്റെ സുഖദുഃഖങ്ങളിൽ കൂടെ ഉണ്ടാവേണ്ടവനാ അവളുടെ ഭർത്താവ്. എടാ, അമ്മൂന് അങ്ങനെ ഒരാളില്ല. നീ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാ. ഏതോ ഒരു സാഹചര്യത്തിലാവും അവൾ അയാൾക്ക് കെട്ടേണ്ടി വന്നത്. മാനസികമായിട്ടുള്ള പൊരുത്തമൊന്നും ഉണ്ടായി കാണില്ല. ആ കറക്റ്റ്. നീ അങ്ങനെ ചിന്തിക്കേ. നീ ഇപ്പോഴും അവളോട് നിന്റെ മനസ്സ് പറഞ്ഞിട്ടില്ലല്ലോ. എടാ, അതിനൊരു സാഹചര്യം ഒത്തുവരാഞ്ഞിട്ടാ. അവള് നോ പറഞ്ഞു പോയാ ഞാൻ തകർന്നു പോവും. എടാ, അതുണ്ടാവാതെ വേണം എനിക്ക് ഈ വിഷയം അവളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ. സ്വാതിയുടെ സപ്പോർട്ട് കൂടി ആയാൽ അമ്മു എതിർപ്പ് പ്രകടിപ്പിക്കില്ല. അപ്പോഴൊരു വെല്ലുവിളിയായി നമ്മുടെ മുമ്പിലുള്ളത് നിന്റെ വീട്ടുകാരുടെ മനോഭാവ.